ജോമോനെ, നീ എവിടെയാ? ഞാൻ സ്റ്റാൻഡിലുണ്ടല്ലോ. എന്താ ചേച്ചി? നീ പെട്ടെന്ന് വീട്ടിലോട്ടൊന്ന് വാ. മോൾക്ക് ഇന്നലെ രാത്രി തുടങ്ങിയ പനിയാ. നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാം. ഞാൻ ദാ വന്നു ചേച്ചി എന്ന് പറഞ്ഞ് ജോമോൻ ഫോൺ കട്ട് ചെയ്തു. എങ്ങോട്ടാ ജോമോനെ? പിറകിൽ കിടന്ന വണ്ടി തള്ളി മുന്നിലോട്ടിടുന്നതിനിടയിൽ പ്രസാദ് ചോദിച്ചു. നമ്മുടെ സാബുചേട്ടൻ്റെ മോൾക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് തല വെളിയിലേക്കിട്ട് ജോമോൻ പറഞ്ഞു. ചെല്ല് ചെല്ല്, നീയാണല്ലോ ഇപ്പോൾ അവിടുത്തെ എല്ലാം, പ്രസാദ് കളിയാക്കിയ രീതിയിൽ പറഞ്ഞു. ജോമോനത് ശ്രദ്ധിക്കാത്ത മട്ടിൽ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. വണ്ടി ആ ചെറിയ ഷീറ്റിട്ട വീടിന് മുന്നിലെത്തിയപ്പോൾ 4 വയസ്സുള്ള ചിന്നുമോളെയും എടുത്തുകൊണ്ട് ബീന റോഡിലേക്ക് വന്നു. ചിന്നുവിനെ സീറ്റിലിരുത്തി ബീനയും ഉള്ളിലേക്ക് കയറിയിരുന്നു. മോൾക്ക് തീരെ വയ്യെന്ന് തോന്നുന്നല്ലോ ചേച്ചി. രാത്രി ചെറുതായി പനിയുണ്ടായിരുന്നു, രാവിലെ ആയപ്പോഴേക്കും കൂടി. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കല്ലേ? അവൻ തിരിഞ്ഞു ചോദിച്ചു. അതെ, വേറെ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റിയ ഒരവസ്ഥയല്ലല്ലോ ജോമോനെ ഇപ്പോൾ എൻ്റെ. എല്ലാം നിനക്കറിയാവുന്നതല്ലേ. ഹേയ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ നല്ലത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ചേച്ചി. ചേച്ചി 1 മിനിറ്റ്, എൻ്റെ കുറിച്ചിട്ടിക്കുള്ള കാശ് ആ പ്രസാദേട്ടൻ്റെ കയ്യിൽ ഒന്ന് കൊടുത്തിട്ട് വരാം. ജോമോൻ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അരികിലായി വണ്ടി നിർത്തി. ജോമോൻ്റെ വണ്ടി കണ്ടതും പ്രസാദ് വണ്ടിക്കരികിലേക്ക് വന്നു. എന്താ ബീനെ, മൂക്ക് പനിയാണോ? ബീന അയാളുടെ മുഖത്ത് പോലും നോക്കാതെ ഒന്ന് മൂളി. അതേ, ഞങ്ങളെ കൂടിയൊക്കെ മൈൻഡ് ചെയ്യണം കേട്ടോ. അതോ കൊച്ചു പയ്യന്മാരെ മാത്രമേ ഓട്ടം വിളിക്കാറുള്ളൂ? പ്രസാദിൻ്റെ അർത്ഥം വെച്ചുള്ള സംസാരത്തിൽ ബീന വല്ലാതെയായി. ജോമോനെ, നീ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് വാ, അവൾ ദേഷ്യപ്പെട്ടു. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ പ്രസാദേട്ടാ? ചെല്ലടാ ചെല്ല്. രണ്ടാളെയും കുറിച്ച് ചിലതൊക്കെ നാട്ടിലെ പിള്ളേർ പറഞ്ഞ് നടക്കുന്നുണ്ട്, അനാവശ്യം പറയരുത്. ജോമോൻ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. ജോമോനെ, നീ വാ, മോളെ വേഗം ഡോക്ടറെ കാണിക്കണം. ബീന അവനെ തടഞ്ഞു. ഞാൻ വന്നിട്ട് ഇതിന് മറുപടി തരാം, പറഞ്ഞിട്ട് ജോമോൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. അവർ പോയ വഴിയിലേക്ക് തന്നെ ദൃഷ്ടിയൂന്നി പ്രസാദ് ഒന്ന് ചിരിച്ചു. 30 വയസ്സായില്ല ജോമോന്. ഡിഗ്രി കഴിഞ്ഞ് ജോലിയൊന്നും ശരിയാവാഞ്ഞിട്ട് വീട്ടിലെ കഷ്ടപ്പാടുകൊണ്ട് ഓട്ടോ കുപ്പായം ധരിച്ചതാണ്. നന്നായി സംസാരിക്കുകയും ഏത് സമയത്ത് വിളിച്ചാലും കൃത്യമായി എത്തുകയും ന്യായമായ കൂലി മാത്രം വാങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് അന്നാട്ടിലെ ആളുകൾ കൂടുതലും ജോമോനെയാണ് ഓട്ടം വിളിക്കാറ്. അതുകൊണ്ട് തന്നെ പ്രസാദിനും മറ്റൊന്ന് 2 പേർക്കും അവനോടത്ര താല്പര്യമില്ല. എങ്ങനെയും അവനെ ആ സ്റ്റാൻഡിൽ നിന്ന് തുരത്തണം, അതുമാത്രമാണ് അവരുടെ ചിന്ത. ജോമോനെ, നീ ഇനി ഞങ്ങളുടെ ഓട്ടോ ഓടണ്ട, ബീന ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ആക്സിലേറ്ററിൽ നിന്ന് കൈയയച്ച് ജോമോൻ ബീനയെ നോക്കി. എന്താ ചേച്ചി, എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, നീ കൊച്ചു ചേർക്കനല്ലേ, കല്യാണം പോലും കഴിച്ചിട്ടില്ല, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. എൻ്റെ പേര് വെച്ച് അതില്ലാതെയാക്കണോ? 2 വർഷമായി ശരീരം തളർന്ന് അനങ്ങാൻ വയ്യാതെ കട്ടിലിൽ കിടക്കുന്ന ഒരാളുടെ ഭാര്യയെ അവളുടെ സ്വന്തം സഹോദരൻ്റെ കൂടെ കണ്ടാലും അതിന് മറ്റൊരർത്ഥം കണ്ടുപിടിക്കുന്നവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കില്ല, പറയുന്നവർ പറയട്ടെ. പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല. നിനക്കൊരു ജീവിതമുണ്ട്, അത് ഈ ഒരു ഇല്ലാവചനങ്ങളുടെ പേരിൽ നശിക്കരുത്. ഹോസ്പിറ്റലെത്തി. അവൻ പറഞ്ഞു. നീ വെയിറ്റ് ചെയ്യാവോ? ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വരാം. ധൃതിയുണ്ടെങ്കിൽ പൊക്കോ. ഇല്ല, ഞാൻ അപ്പുറത്ത് പാർക്കിങ്ങിലുണ്ടാവും, കഴിഞ്ഞിട്ട് വാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മിസ് കോൾ ചെയ്യും. ബീന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് പോയി. ആ വലിയ വാഹമരത്തിന് താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജോമോൻ മെല്ലെ പിറകിലെ സീറ്റിലേക്ക് ഇരുന്നു. അവൻ്റെ ഓർമ്മകൾ 4 വർഷം പിറകിലേക്ക് പോയി. ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് കഷ്ടിച്ച് 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സാബുവിൻ്റെയും ബീനയുടെയും വീട്ടിലേക്ക്. അവർ അവിടെ താമസം തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുണ്ടാകും. ഏതോ മലയോര പ്രദേശമാണ് അവരുടെ നാട്. അവിടെ നിന്ന് എല്ലാം വിറ്റുപെറുക്കി അല്പം കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥലത്ത് താമസിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു കൊച്ചു വീടുണ്ടാക്കി ഭാര്യയും ഭർത്താവും 1 വയസ്സ് മാത്രം പ്രായമുള്ള മകളുമായി താമസം തുടങ്ങിയത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാബുവും ബീനയും ചിന്നുവും ആ നാടിനോടും നാട്ടുകാരോടും അടുത്തു കഴിഞ്ഞിരുന്നു. ഓട്ടോ സ്റ്റാൻഡിലെ മിക്കവരും സാബുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളായി. അതിനിടയിൽ കവലയിൽ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സാബുവിന് ജോലിയും ലഭിച്ചു. അത്യാവശ്യം വരുമാനം കൊണ്ട് ആ കുടുംബം സന്തോഷമായി കഴിഞ്ഞു പോയിരുന്നു. 2 വർഷം മുമ്പാണ് അത് സംഭവിച്ചത്. കടയിൽ അരിച്ചാക്ക് അട്ടിയിടുന്നതിനിടയിലാണ് സാബുവിന് ഒരു നെഞ്ചുവേദന വന്നത്. തളർന്നു വീണ സാബുവിനെ കടയിലുണ്ടായിരുന്നവർ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജീവൻ തിരിച്ചു കിട്ടി, പക്ഷേ ശരീരത്തിൻ്റെ പകുതിയോളം തളർന്നു പോയിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് ഓട്ടോയിൽ കൊണ്ടുപോയത് ജോമോനായിരുന്നു.
ആരൊക്കെയോ കൂടി പൊക്കിയെടുത്ത് സാബുവിനെ കട്ടിലിൽ കിടത്തി. ജോമോൻ കുറച്ചുനേരം അയാളുടെ അടുത്തിരുന്നു. പോട്ടെ, പിന്നെ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ സാബുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. സാബുവേട്ടാ, വിഷമിക്കരുത്. എന്താവശ്യത്തിനും ഒരനുജനെ പോലെ ഞാനുണ്ടാകും. എന്ത് വേണമെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ വരാം. അത് പറഞ്ഞ് ജോമോൻ ഇറങ്ങി. ബീനയുടെ കണ്ണുകളും നനഞ്ഞിരുന്നു. ചേച്ചി, ഇനി എങ്ങനെ വീട്ടിലെ ചെലവിൻ്റെ കാര്യം? ചേച്ചിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരട്ടെ ഞാൻ? ഇപ്പോൾ വേണ്ട ജോമോനെ. മോളെ ഞാൻ ആരെ ഏൽപ്പിച്ചു പോകും? സാബുവേട്ടനെ ആര് നോക്കും? ഞങ്ങളുടെ അവിടുത്തെ സ്ഥലം വിറ്റതിൽ കുറച്ച് പൈസ ബാങ്കിലുണ്ട്. തൽക്കാലം ചിലവ് അതിൽ പോകട്ടെ, അത് കഴിഞ്ഞ് നോക്കാം, അവൾ പറഞ്ഞു. അന്നു മുതൽ ആ വീട്ടിലെ ഒരംഗത്തെ പോലെ ജോമോൻ അവിടെയുണ്ട്. സാബുവിനെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മരുന്ന് വാങ്ങാനും വീട്ടിലെ സാധനങ്ങൾ വാങ്ങാനും എല്ലാം ജോമോൻ ശ്രദ്ധിച്ചിരുന്നു. പോകാം. ബീനയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ജോമോൻ കണ്ണു തുറന്നത്. ഡോക്ടർ എന്ത് പറഞ്ഞു ചേച്ചി? ഏയ്, ചെറിയ പനിയേ ഉള്ളൂ, മരുന്ന് തന്നു. ആ, ചിന്നുകുട്ടി ഇപ്പോൾ ഉഷാറായല്ലോ. ചിരിച്ചുകൊണ്ട് അവൻ ചിന്നുവിൻ്റെ കവിളിൽ ചെറുതായി നുള്ളി. ചേച്ചി, സാബുവേട്ടനെ നാളെയല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്? അതെ. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടറിന് നല്ല പ്രതീക്ഷയുണ്ട്. മരുന്ന് മുടക്കരുത്, ഏത് നിമിഷവും അത്ഭുതം സംഭവിക്കാം. എൻ്റെ സാബുവേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. ചേച്ചിയുടെ വിഷമം എല്ലാം ഒരു ദിവസം മാറും. വീടിൻ്റെ വാതുക്കൽ അവരെ ഇറക്കി ജോമോൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഏകദേശം 11 മണിയായി കാണും. പ്രസാദ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. എതിരെ ജോമോൻ നടന്നു വരുന്നു. ഡാ ജോമോനെ, നീ ഇനി പാതിരാത്രിക്ക് എങ്ങോട്ടാ ധൃതിയിൽ നടന്നു പോകുന്നത്? ഞാൻ എവിടെ പോകുന്നെന്നൊക്കെ ഇയാളോട് പറയണോ? ജോമോൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ഹാ, അത് നീ പറയാതെ തന്നെ അറിയാലോ. ചെല്ല്, കെട്ടിയോ മരുന്ന് കഴിച്ച് കിടന്നുറങ്ങി കാണും. ഹാ, അല്ലെങ്കിൽ അങ്ങേര് കണ്ടാൽ തന്നെ എന്ത് ചെയ്യാനാ? അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുമല്ലേ പാവം. നിന്റെയൊക്കെ ഭാഗ്യം, പ്രസാദ് കള്ളച്ചിരിയോടെ പറഞ്ഞു. തികട്ടി വന്ന ദേഷ്യം ഉള്ളിലടക്കി ജോമോൻ നടന്നു. പ്രസാദ് അല്പം കൂടി മുന്നോട്ട് വണ്ടി മാറ്റി നിർത്തി. ഫോണെടുത്ത് നമ്പർ കുത്തി. ഡാനിഷേ, ഇന്നില്ല അവൻ്റെ ഇല്ലേ ആ ജോമോൻ്റെ കള്ളപ്പണി നമുക്ക് പൊക്കാം. അവൻ അവളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. നീ മറ്റവരെ കൂടി വിളിച്ചോണ്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ സാബുവിൻ്റെ വീട്ടിലേക്ക് വാ. ഇവിടെയുള്ള 3-4 വീടുകളിൽ കൂടി കാര്യം പറഞ്ഞ് അവരെ കൂടി വിളിക്കും. അവനെയും അവളെയും ഇന്ന് നമുക്ക് നാറ്റിക്കണം. ദേ ഞങ്ങൾ വന്നു കഴിഞ്ഞു. മറുതലയ്ക്കൽ ഫോൺ കട്ടായി. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും 8-10 പേര് സാബുവിൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. എടാ ജോമോനെ, ഇറങ്ങി വാടാ, ഒരുത്തൻ അലറി. ഹേടി ബീനെ, അവനെ ഇങ്ങോട്ട് ഇറക്കി വിടടി. ഇവിടെ നടക്കുന്നതൊന്നും ഞങ്ങൾ അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ഇതിവിടെ നടപ്പില്ല. പലരുടെയും ശബ്ദം ഉയർന്നു. പെട്ടെന്ന് കതകു തുറന്ന് ബീന വെളിയിലേക്ക് വന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? ജോമോൻ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൻ ഈ പാതിരാത്രി ഇവിടെ എന്താ കാര്യം? ഞങ്ങൾ കുറേ ആളുകൾ ഇവിടെ മാന്യമായി ജീവിക്കുന്നുണ്ട്. ഈ അവിഹിതമൊന്നും ഇവിടെ നടക്കില്ല. അപ്പോഴേക്കും കതകു തുറന്ന് പുറത്തേക്കിറങ്ങിയ ജോമോൻ്റെ നേരെ പ്രസാദ് ചാടി വീണു. തൊട്ടുപോകരുത് അവനെ. ശബ്ദം കേട്ട് പ്രസാദ് തിരിഞ്ഞു നോക്കി. കൂടെ വന്നവരെല്ലാം ഞെട്ടി. സാബു ഒരു വടി തറയിൽ കുത്തി മെല്ലെ നടന്ന് പുറത്തേക്ക് വരുന്നു. നിങ്ങളെന്താ വിചാരിച്ചത്? ഞാൻ ഒരിക്കലും ഇനി എഴുന്നേൽക്കില്ലെന്നോ, നടക്കില്ലെന്നോ? അന്ന് ഞാൻ കിടപ്പിലായപ്പോൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതല്ലേ നിങ്ങൾ? ഇതുവരെ ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ? എന്നാൽ അന്ന് മുതൽ ഈ നിമിഷം വരെ എന്നെ നോക്കിയത് ഇവൻ ഒറ്റയൊരുത്തം മാത്രമാണ്. ഇവൻ്റെ കരുതൽ കൊണ്ടാണ് ഇന്ന് എനിക്ക് എൻ്റെ കാലുകൾ ചലിപ്പിക്കാൻ കഴിഞ്ഞത്. എന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഡോക്ടർ പറഞ്ഞ അത്ഭുതമാണെന്ന് മനസ്സിലായപ്പോൾ ഞാനാണ് പറഞ്ഞത് ജോമോനെ വിളിക്കാൻ. അങ്ങനെയാണ് അവൻ വന്നത്. പിന്നെ ഇവൾ എൻ്റെ ഭാര്യ ബീന. നിങ്ങൾ ഒളിഞ്ഞും മറഞ്ഞും അവളോട് പറഞ്ഞതും കാണിച്ചതുമായ വൃത്തികേടൊക്കെ എന്നോട് വന്ന് പറയുമായിരുന്നു. അവൾ വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ നാണം കെടുത്താൻ ഈ ജോമോനെയും നിങ്ങൾ കരുവാക്കി. മേലാൽ ഒരുത്തനും ഈ പടിക്കുള്ളിൽ കയറിപ്പോകരുത്. പ്രസാദ് കൂടെ വന്നവരെ വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ശബ്ദം കേട്ട് ഉറക്കമുണർന്ന ചിന്നു ഉമ്മറത്തേക്ക് വന്നു. അപ്പൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി. അവൾ ഓടി വന്ന് സാബുവിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, രാവിലെ വരാൻ ചേട്ടാ, ജോമോൻ പറഞ്ഞു. എന്നാ നീ രാവിലെ വാ. പിന്നെ ആ പ്രസാദിന് നിന്നോട് ദേഷ്യമുണ്ടാകും, ശ്രദ്ധിക്കണേ. അവൻ ഇനി ഈ വഴിക്ക് വരില്ല. ചിരിച്ചുകൊണ്ട് ജോമോൻ മെല്ലെ നടന്നപ്പോൾ ആ ഉമ്മറത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം പങ്കിടുകയായിരുന്നു സാബുവും ബീനയും ചിന്നുവും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.